പ്രിയമുള്ളവരെ, നമുക്കൊരുപാട് സാഹിത്യകാരന്മാരുണ്ട്, നമുക്കൊരുപാട് പൊതുപ്രവർത്തകരുണ്ട്, നമ്മൾക്കിടയിൽ പ്രതിരോധ പ്രവർത്തകരും ഉണ്ട്. പക്ഷേ ഈ പ്രതിരോധ പ്രവർത്തകരെ തന്നെ രണ്ട് വർഗമായിട്ട് തിരിക്കേണ്ടി വരും. ഒന്ന് ഇൻഡോർ പ്രതിരോധ പ്രവർത്തകർ, മറ്റൊന്ന് ഔട്ട്ഡോർ. ഒരുപക്ഷെ പവനൻ്റെ പ്രസക്തി അദ്ദേഹം ഒരു ഔട്ട്ഡോർ പ്രതിരോധ പ്രവർത്തകനായിരുന്നു. എങ്ങനെയാണ് ഈ ഔട്ട്ഡോർ പ്രതിരോധ പ്രവർത്തനം എന്ന് പറയുമ്പോൾ, തെരുവിൽ പന്തൽ കെട്ടി തെരുവിൽ മൈക്ക് വെച്ച് എതിരെ പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളെ കൂട്ടി ജനങ്ങളെ കേൾപ്പിച്ച് പറയുന്ന പ്രവർത്തനം. ഉദാഹരണമായിട്ട് നമ്മൾ എവിടെയാണോ ജനമുള്ളത് അവിടെ പോയി പറയുക, അവിടെ തെരുവ് നാടകം കളിക്കുക. കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തെരുവിലെ പ്രവർത്തനത്തിന് ഈ ഇൻഡോർ പ്രവർത്തനത്തിൻ്റെ സുഖമില്ല. ഇൻഡോറിൽ ഒരാൾ പ്രസംഗിച്ചു പോകാം, അയാൾ സാഹിത്യകാരനായിരിക്കാം, അയാൾ വലിയൊരു പ്രതിരോധ പ്രവർത്തകനും എഴുത്തിലായിരിക്കാം. പക്ഷേ തെരുവിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾ, അങ്ങനെ ഒരാൾ ഒരുപക്ഷെ ആദ്യകാലത്തിലല്ലെങ്കിലും ഞങ്ങളുടെ കൂടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പവനൻ തെരുവിൽ സമരം ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ? 1980കളിൽ തൃശ്ശൂരിൽ വളരെ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക സമരം നടന്നിട്ടുണ്ട്. ചൂതാട്ട വിരുദ്ധ സമരം എന്നാണ് അതിന് പറയുക. ഈ ചൂതാട്ട വിരുദ്ധ സമരം നടക്കുന്നതിനൊരു ചരിത്ര പാരമ്പര്യമുണ്ട്. അന്ന് വയനാടൻ മലകളിലുണ്ടായിരുന്ന നക്സലൈറ്റുകൾ അവരുടെ UG ലൈൻ അഥവാ അണ്ടർഗ്രൗണ്ട് ലൈൻ എന്ന് പറയുന്ന ആ പ്രവർത്തനത്തിനെ നിർത്തി ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ സ്വന്തം പേരുമായി ഇറങ്ങി വരുന്നൊരു കാലഘട്ടം. സിവിക് ചന്ദ്രൻ, അതുപോലെ തന്നെ മറ്റ് പഴയ ജനകീയ സംസ്കാര വേദിയുടെയും നക്സലൈറ്റുകളുടെ പ്രവർത്തകർ, അവരിവിടെ വന്നുകൊണ്ട് അവരുടെ മുഖം ഒളിപ്പിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന് തുടക്കം എന്ന നിലയിൽ ഈ ചൂതാട്ട വിരുദ്ധ സമരത്തിന് ആദ്യം മുഖം കൊടുക്കുന്നു. അന്നേരം അറിയണം, 6 സംഘടനകളെ സംയുക്തമായി സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ ചൂതാട്ട വിരുദ്ധ സമിതി ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു വൈരുദ്ധ്യം ജമാഅത്ത് ഇസ്ലാമി സിമി, യുവമോർച്ച BJP, കോൺഗ്രസ് എസ്, യുക്തിവാദി സംഘം. ആലോചിക്കൂ, ഇത് 3 ഒന്നിച്ചിരുന്ന് ഒരു കളത്തിലിരിക്കാൻ പറ്റുന്ന സാധനമല്ല. പക്ഷേ യുക്തിവാദി സംഘത്തിൻ്റെ മുൻകൈ കൂടി ആണ് ആ ചൂതാട്ട വിരുദ്ധ സമരം നടക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയില്ല, യുക്തിവാദികൾ ഇവിടം വരെ എത്തിയോ ആണ്. എങ്ങനെ? അന്നൊരു യുക്തിവാദി ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസ് റോഡിൽ. ഈ പഴയ പറയുന്ന നക്സലൈറ്റുകൾ ഈ യുക്തിവാദി സംഘം പുസ്തകങ്ങളിൽ വന്നിട്ട് പറയുകയാണ്, ഇങ്ങനൊരു സമരത്തിൻ്റെ സാധ്യതയുണ്ട്, നിങ്ങൾ യുക്തിവാദികൾക്ക് വെറുതെ പുസ്തകം വിൽക്കുക മാത്രമാണോ പണി? നിങ്ങൾക്ക് സാധ്യമാകുമോ പ്രത്യക്ഷ സമര പരിപാടികൾക്ക് സമരമുഖത്ത് പന്തൽ കെട്ടി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് എന്നോടാണ് സംസാരിക്കുന്നത് ഗോപാലൻ. ഞാൻ ആദ്യം പവനെ കണ്ടു. പവനോട് വിവരം പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്. പവനൻ അതും ശരിയാണ്, നമ്മളിങ്ങനെ കുറേ കാലയിൽ എഴുതും വായനയൊക്കെ നടക്കുന്നു, എന്തുകൊണ്ട് പ്രത്യക്ഷ സമര പരിപാടികൾക്ക് നമുക്ക് പറ്റില്ല? അങ്ങനെ പവനനെ അടക്കമുള്ളവരെ അന്നത്തെ മിക്കവാറും കിട്ടാവുന്നവർ, അന്ന് എല്ലാവരും കിട്ടിയിട്ടില്ല. അതേസമയത്ത് തൃശ്ശൂർ സാംസ്കാരിക നായന്മാരുടെ തള്ളാണ്. RM മനക്കലാത്ത്, G കുമാരപിള്ള, സുമാർ അഴീക്കോട്, വടക്കനച്ചൻ, പവനൻ, ഒരുപാട് ആളുകൾ തൃശ്ശൂർ സിറ്റിയിൽ പരിസരത്തുണ്ട്. ഇവരെല്ലാവരെയും പിന്നീട് സമരമുഖത്ത് കൊണ്ടുവരാൻ പറ്റി ഈ ചൂതാട്ട വിരുദ്ധ സമരത്തിനും അതിനോടനുബന്ധമുണ്ടായ യൂത്ത് ഫോർ ജസ്റ്റിസിനും. ഇന്നത് കാലഹരണപ്പെട്ടു പോയി. ഈ യൂത്ത് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് മഴ പെയ്ത് നിന്നിട്ട് പിന്നെ മരം പെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അത് പോട്ടെ, അത് ഞാനും അതിൽ ഉത്തരവാദിയാണ്. അപ്പോൾ ഈ പറയുന്ന സമരത്തിൽ ആദ്യഘട്ട സമരങ്ങളിൽ പവനൻ പന്തലിൽ വന്നിരുന്നിരുന്നു. ഒരുപക്ഷെ പാർദേശി അന്ന് ഈ പവനെ കൊണ്ടുവരാൻ വരുമ്പോൾ ഒരുപക്ഷെ മോറൊക്കെ കറുപ്പിച്ച് പിടിക്കും. കാരണം പവനെ കൊണ്ടുപോയിട്ട് എപ്പോഴാണ് കൊണ്ടുവന്നാക്കുക, അങ്ങനെ സംഭവമുണ്ട്. പക്ഷേ എങ്കിലും പവനൻ അത്തരത്തിലൊരു ദീർഘകാലം സമരമുഖത്ത്, അതായത് പ്രത്യക്ഷ സമര പരിപാടികളിൽ, തെരുവ് സമര പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. ഈവൻ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഒരു പരിപാടിക്ക് അച്ചുമനെയും ഞങ്ങൾക്ക് പന്തലിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതെങ്ങനെ?
മാനസി എന്ന് പറയുന്നൊരു സംഘടന, അത് ഭ്രാന്താസ്പത്രിയുടെ മുമ്പിലുള്ള രോഗികൾക്ക്, മനോരോഗികൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടന. അതിന് ചില കാര്യങ്ങൾ ആസ്പത്രിയോട് പറയാനുള്ളത് ഒരു പന്തൽ കെട്ടി പറയുമ്പോൾ അവിടെ പവനൻ്റെ ഒപ്പം അച്ചുമേനും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അച്ചുമേൻ്റെ അവസാനത്തെ പരിപാടി അത് തന്നെയായിരിക്കാം, സമരപ്പന്തൽ. മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹം പ്രത്യക്ഷ സമര പരിപാടിക്ക് പോകാറില്ല. ഇത്രയൊക്കെ പറയുമ്പോൾ പവനൻ്റെ സ്വാധീനം പറയുന്ന ഒരു ചെറിയ ഇഷ്യൂ ഞാൻ പറയാം. പവനൻ്റെ സ്വാധീനം അത് ഈ പ്രത്യക്ഷ സമര പരിപാടികളിൽ നിന്നൊക്കെ ഉണ്ടാക്കിയുള്ള ഒരു ഊർജ്ജമാണ് അതിൻ്റെ പിന്നിൽ ആ സ്വാധീനത്തിന് കാരണം. അങ്ങ് ഇരിങ്ങാലക്കുട അടുത്ത് ഒരു കാട്ടൂർ വടക്കേ സ്ഥലമുണ്ട്, തെക്കുമൂല. അവിടെ ഒരു മുസ്ലിം പള്ളിയിൽ 80കളിൽ രാത്രി RSSകാർ ഒരു മുസ്ലിയാരെ വെട്ടാൻ കാരണമുണ്ട്. അവർ പകലൊക്കെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കി രാത്രി ഗോളടിക്കണം, ഒരു മുസ്ലിമിന് കിട്ടണം. എവിടെ കിട്ടും? പള്ളിയിൽ ഉറപ്പല്ലേ. അങ്ങനെ പള്ളിയിൽ രാത്രി അവർ ഒരു മുസ്ലിയാർ കിടന്നുറങ്ങിയിരുന്ന മുസ്ലിയാർ വെട്ടി. ഇത് അതിരാവിലെ കേരളം മുഴുവൻ വലിയ വാർത്തയാവുകയും കത്താൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് പവനൻ, വടക്കനച്ചൻ, RM മനക്കലാത്ത്, സുമാർ അഴീക്കോട് അടക്കമുള്ളവർ, കുമാരപിള്ള അടക്കമുള്ളവർ ഈ പള്ളിയിൽ വെട്ട് നടന്ന പള്ളിയിലേക്ക് കാണാൻ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പവനനും വടക്കനച്ചനും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഈ ബോഡി ഇവിടെ നിർത്തി മാറ്റുമോ, ഇത് വന്ന് കണ്ടുപോകുന്നവർ, ഈ രക്തം കണ്ടുപോകുന്നവർ തിളച്ചിട്ടാണ് പോകുന്നത്. പോലീസുകാരെ ഭീഷണിപ്പെടുത്തുകയും ഉടനെ അവിടുന്ന് പോസ്റ്റ്മോർട്ടത്തിൻ്റെ മറ്റ് മാസ്റ്ററുകളൊക്കെ ഇമ്മീഡിയറ്റ് എഴുതി ബോഡി മാറ്റുന്നതിന് പവനൻ്റെ കമാൻഡിങ് പവർ, വടക്കനച്ചൻ്റെ ദേഷ്യങ്ങൾ കാരണമായി. കേരളത്തിൽ നിശബ്ദമാണ്, ഒരു സമരവുമില്ല, ഒരു ശബ്ദവുമില്ല. പക്ഷേ 6 മണിക്ക് വടക്കേ നമ്മുടെ ഇന്നത്തെ കാണുന്ന സ്റ്റാൻഡിൽ ഒരു സമാധാന പൊതുയോഗം വിളിക്കുന്നു. പവനനും വടക്കനച്ചനും സുകുമാർ അഴീക്കോടും RM മനക്കലാത്തും വിളിക്കുന്നത് സമാധാന പൊതുയോഗം. ആരാണ് സംസാരിക്കുന്നത് അറിയോ? BJPക്കാരുണ്ട്, ജമാഅത്തുകാരുണ്ട്, മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരുണ്ട്, എല്ലാ മതത്തിൻ്റെ ആൾക്കാരും വിളിച്ചുകൊണ്ട് മോഡറേറ്ററായിട്ട് വരുന്നത് പവനാണ്, യുക്തിവാദി. അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും 5 മിനിറ്റ് സംസാരിക്കാം, വിഷയം സൗഹൃദമായിരിക്കണം, നിങ്ങൾ തമ്മിൽ ഗ്രോസ് വരരുത്, ഇത് സൗഹാർദ്ദ സമ്മേളനമാണ്, ഒരാൾക്കും മൈക്ക് കൊടുത്തിട്ടില്ല കേരള ഗവൺമെൻറ്. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഞാനൊരു ആളെ നിർദ്ദേശിച്ചു, എല്ലാവർക്കും 5 മിനിറ്റ് കൊടുക്കുമ്പോൾ മുത്തലിഫ് എന്ന് പറഞ്ഞിട്ടൊരു മുനിസിപ്പൽ കൗൺസിലർ ഉണ്ടായിരുന്നു, ജനതാ പാർട്ടിക്കാരനാണ്. അയാൾക്ക് ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ സമയം കൊടുക്കുമെന്ന് പവനോട് ഞാൻ പറഞ്ഞു. കുഴപ്പമില്ല, പറഞ്ഞോട്ടെ എന്നും പറഞ്ഞു. ഈ മുത്തലിഫ് ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ, ശരിക്കും മംഗളം പോലുള്ള പ്രസിദ്ധീകരണത്തിൽ പോകുന്ന പോലെ ഒരു പൈങ്കിളി പ്രസംഗം അങ്ങനെ നടത്തിയത്. എന്താണെന്നറിയോ? രാത്രി 3 പേർ കടന്നു വന്ന് പള്ളിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് മുസ്ലിയാരെ, ഉറങ്ങുന്ന മുസ്ലിയാരെ ആദ്യത്തെ വെട്ടി. ആദ്യത്തെ വെട്ടിൽ പഠിച്ചവനെ എന്നെ വെട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു, കാല് പിടിച്ചു, അപ്പോഴും വെട്ടി. 3 വെട്ട് കഴിഞ്ഞപ്പോൾ പവൻ എഴുന്നേറ്റ് പറഞ്ഞു, താനുണ്ടായിരുന്നു അവിടെ ചോദിച്ചു. ഇരിക്കണം അവിടെ എന്ന് പറഞ്ഞു. പിന്നെ മിണ്ടിയിട്ടില്ല മുത്തലിഫ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനത്തെ കുറേ ആൾക്കാരും കൊണ്ട് ഇനി വന്നോളൂട്ടാന്ന് പറഞ്ഞു. ഇത് പവനൻ്റെ അധികാരം. സത്യത്തിൽ ഈ കാണുന്ന പൊതുയോഗങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് കൈവിട്ട് പോകില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമുക്ക് മൈക്ക് പെർമിറ്റ് തന്നത്. ഇതുപോലെ വളരെ കൃത്യമായി തെരുവിൽ സമരം ചെയ്യുകയും തെരുവിൽ വന്ന് പ്രസംഗിക്കുകയും ചെയ്ത ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, സാഹിത്യകാരൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു ഔട്ട്ഡോർ യൂണിറ്റ് സാംസ്കാരിക പ്രവർത്തകനായിരുന്നു. ഒരു ചെറിയ അനുഭവം കൂടിയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ കാരുണ്യം. 80കളിൽ തന്നെ സാഹിത്യ അക്കാദമിയുടെ കാറ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. യാത്രക്കാരാരെന്ന് ചോദിച്ചാൽ പവനനുണ്ട്, അശ്വമേനുണ്ട്, ഇവിടുത്തെ ക്ലർക്കായിരുന്നു, ഇവിടുത്തെ പിയൂണായിരുന്ന പോൾ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഡ്രൈവറുണ്ട്. ഇവർ പുതുക്കാട്, ഇന്ന് കാണുന്ന 4 വരിയല്ല, പുതുക്കാട് റോട്ടിൽ കൂടെ വരുമ്പോൾ ഇവരെ ഒരു വണ്ടി ഓവർടേക്കാൻ ശ്രമിച്ചു. ആ വണ്ടിയിൽ നിറയെ മദ്യപന്മാരാണ്. അവരൊരു 8-8:30 മണിക്ക് ഈ വണ്ടി കടന്നു പോയിട്ട് അവർക്ക് മദ്യം മേടിക്കണവർക്ക്. അപ്പോൾ ഈ സാഹിത്യ അക്കാദമിയുടെ വണ്ടി, അഥവാ പവൻ്റെ വണ്ടി, അഥവാ അച്ഛമ്മേൻ്റെ വണ്ടി ഇവർക്ക് സൈഡ് കൊടുത്തില്ല എന്നാണ് പരാതി. അവർ ഒല്ലൂർ ജംഗ്ഷനിൽ ഒരു സ്തൂപുണ്ട്. ആ പോലീസ് സ്റ്റേഷൻ അവിടേക്ക് തിരിയുന്ന സ്തൂപത്തിൻ്റെ അവിടെ വെച്ച്
ഓവർടേക്ക് ചെയ്യുകയും ആ ഡ്രൈവർ അതിലുണ്ടായിരുന്ന 5-8 പേര് ഓടി ഇറങ്ങിയിട്ട് ആ പോളിനെയും അതുപോലെ ഈ ഡ്രൈവറെ അങ്ങ് അടിക്കുകയാണ്, വഴി തടഞ്ഞു എന്നും പറഞ്ഞിട്ട്. പിന്നെ ഈ 2 പേരും തൃപ്തിയായിട്ട് അടിച്ചു കഴിഞ്ഞതിന് ശേഷം പവനൻ്റെയും അശുഭൻ്റെയും നേർക്ക് തിരിയുകയാണ്. അപ്പോൾ ഈ പോള് അവിടേക്ക് ചാടി വീണ് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് മണ്ടത്തരാണ്, ഇത് ആരാണെന്ന് അറിയില്ല നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ പവനൊരു ചെറിയ അടി, അച്ഛനും ഒന്നും കിട്ടിയില്ല. അങ്ങനെ രാത്രി ഒരു 12-1 മണിക്ക് പോലീസ് ഈ വണ്ടി ആരെയെന്ന് കണ്ടുപിടിച്ച്, അപ്പോൾ നോക്കുമ്പോൾ അയ്യന്തോളുള്ള ഒരു മെഡിക്കൽ ഷോപ്പുകാരൻ ബേബി എന്ന് പറഞ്ഞ ഒരാളുടെ വണ്ടിയത്. അതും ഇന്നത്തെ മാതിരി സിസ്റ്റത്തിലൊന്നും അല്ല. RTO ഓഫീസ് തുറക്കുകയാണ്, തുറന്നിട്ട് അഡ്രസ്സ് എടുത്തിട്ടാണ്. അതാ പരാതി പവൻ്റെയാണ്, പരാതി അച്ഛമ്മേൻ്റെയാണ്. അപ്പോൾ അത്ര ചെറിയ കാര്യമല്ല അത്. ഒരു 5 മണിക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വരികയാണ്, ഈ ബേബി വന്നിട്ട് പറയാണ്, കാരണം ഭയങ്കരമായിട്ട് ഞാൻ നാളെ കാലത്ത് ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്താ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എൻ്റെ വണ്ടി എൻ്റെയാണ്, പക്ഷെ ഞാനല്ല, ഞാൻ നിരപരാധിയാണ്, ഒന്ന് പവനോട് പറയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പവനോട് പറയാൻ പറ്റുമ്പോൾ പവൻ മാത്രമല്ലല്ലോ, അച്ഛമ്മേനോട് എന്നല്ലേ താൻ പറയുന്നത്. അതെ, ഒരു രക്ഷ എനിക്ക് തോന്നുന്നില്ല, നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ കാലത്തൊരു 10 മണിക്ക് അന്ന് വീട്ടിൽ താമസം വരും. ഞാൻ പവനെ പതുക്കെ ഇങ്ങനെ ഇതാണ് ഇയാൾ ഇന്നലെ നിങ്ങളുടെ ഉണ്ടായിരുന്ന വണ്ടിയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞു, ഇതൊന്നും ഇവിടെ പറയണ്ട, ഒരു കാര്യം എന്നെ മാറ്റി വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 10 ദിവസം നടക്കട്ടെ, മറ്റേ 8 പേരെയും കൊണ്ടുവരട്ടെ, അപ്പോൾ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം ഇയാളെ. അങ്ങനെ ആ 8 പേരെയും പോലീസ് സ്റ്റേഷനിൽ വരികയും അതിനുശേഷം ഈ വണ്ടിക്കാരൻ നിരപരാധി എന്നുള്ള നിലയിൽ അയാൾ ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ ഈ പോളിന് പവനും പറഞ്ഞു, ആ പോളിൻ്റെ ചികിത്സയുടെ പൈസ മുഴുവൻ താൻ കൊടുക്കുക. അത് ഈ പവനം കൊടുത്തുകൊണ്ടിരിക്കുക പൈസ ചികിത്സയ്ക്ക്. പിന്നെ അങ്ങനെ കാരുണ്യമുണ്ട്. അത്തരത്തിൽ പൊതുപ്രവർത്തനമായിരിക്കുമ്പോൾ അതിൻ്റെ ദിശാബോധം അങ്ങേർക്കുണ്ട്. അത്തരമൊരു പവനൻ ഇനി എനിക്ക് തോന്നുന്നില്ല. സാഹിത്യകാരന്മാരുണ്ടാകും, പൊതുപ്രവർത്തകരുണ്ടാകും, പ്രതിരോധ പ്രവർത്തകരുണ്ടാവും. പക്ഷേ ഇത് ദിശയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഏത് ശരി ഏത് തെറ്റ് ഏത് ദിശയിലാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടതെന്ന് ബോധ്യപ്പെട്ടിട്ട് അതിനുവേണ്ടി മുദ്രാവാക്യം ഉണ്ടാക്കുന്ന പവനൻ അത് വേറൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.